മുഖ്യമന്ത്രി എന്ന് വിളിച്ച നാവുകൊണ്ട് തന്നെ പരനാറി എന്ന് വിളിപ്പിച്ച കാരണഭൂതമേ, താൻ ആരാടോ? നാട്ടുരാജാവോ? തന്റെ ഈ കിറ്റും ജയിലിലെ കൂലികൂട്ടലും തരികിട നമ്പറും ഒക്കെ ഇവിടുത്തെ പാവം ജനങ്ങളുടെ മുമ്പിൽ ചെലവാവും. ഇത് ആൾക്കാർ. സുഹൃത്തുക്കളെ, ഇത് ഷൈനി മധുസൂദൻ എന്ന് പറയുന്ന ഒരു സംഖ്യയാണ്. ഇവർ ഈ വർത്തമാനം പറയുന്നതിന് കൃത്യമായിട്ടൊരു കാരണമുണ്ട് കേട്ടോ. ആ കാരണം കേൾക്കണം. ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. അത് പല ആളുകളും കണ്ടിട്ടുണ്ട്. ചില ആളുകളൊക്കെ ആ കണ്ടതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിന്റെ സന്തോഷമൊക്കെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം നല്ല തെറികളും അതിന്റെ പിന്നാലെ വരുന്നുണ്ട്. സംഗീതത്തോടെ കിടക്കട്ടെ, ഇവരെന്താ പറയുന്നത്? ഇവർ പറയുന്നില്ലേ യാഥാർത്ഥ്യമില്ലായ്മ എന്താണ്? എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ പച്ച നുണ പ്രചരിപ്പിക്കുന്നത്? ആദ്യം കേട്ടോക്കൂ. വേറെയാ, കളി ഒരുപാട് കണ്ടവരാണ്. കുംഭമേളയ്ക്ക് കൊടിയേറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ തിരുനാവായ മഹാമാഘ മഹോത്സവവും ഇവിടെ നടത്തിയിരിക്കും. ഇതിനിടയിൽ അറിയാവുന്ന നാറിയ കളികളെല്ലാം താൻ കളിക്കുമെന്നറിയാം. എങ്കിലും സനാതന ധർമ്മത്തിന്റെ സൈന്യമാണ് നാഗസന്യാസിമാർ. ആത്മീയ പാരമ്പര്യമുള്ള മഹോത്സവത്തോട് വിരോധാഭാസം പ്രകടിപ്പിക്കുന്നവൻ ആരായാലും മനസ്സിലാക്കണം, സനാതന ധർമ്മം ദുർബലമല്ല. ചരിത്രത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ധർമ്മരക്ഷയ്ക്കായി ആത്മത്യാഗത്തോടെ ആക്രമണങ്ങളെ നേരിടാൻ. സുഹൃത്തുക്കളെ, ഇവര് തുടക്കത്തിൽ തന്നെ പറഞ്ഞ ആ ഒരു കാരണഭൂതം എന്ന് പറഞ്ഞില്ലേ, അത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. പിണറായി വിജയനെയാണ് ഈ സംഘിണി ഇപ്പോൾ നല്ല പച്ച തെറി വിളിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന്റെ കാരണം? നമ്മുടെ തിരുനാവായയില് ഒരു മഹാമകം നടക്കുന്നു. 12 വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു വലിയ ആഘോഷം അങ്ങനെയൊക്കെ പറയുന്നു. എന്നാലും കഴിഞ്ഞ വർഷവും ഈ ഒരു സമയത്ത് അങ്ങനത്തെ ഒരു മഹാമകൊക്കെ ജനുവരി 23 നടന്നിരുന്നു. ഇത് വലിയ സംഭവമൊന്നുമല്ല. അത് ഹിന്ദു മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് സംഗതി നടന്നോട്ടെ. അതിൽ മലപ്പുറത്തുകാർക്ക് ഒരു പ്രശ്നവുമില്ല. ഈ മലപ്പുറത്തിന് ആളുകൾ ഇനിയിപ്പോൾ അങ്ങനെ വല്ല പരിപാടി നടക്കുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും സഹായം ചെയ്യണോ എന്ന് അങ്ങോട്ട് ചോദിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇവർക്ക് മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുസ്ലിം ജനതയുടെ കീഴിലുള്ള ഒരു സ്ഥലമാണെന്നും ഇവിടെ മുഴുവൻ ഭരിക്കുന്നത് മുസ്ലിങ്ങളാണെന്നും മുസ്ലിങ്ങൾ ഇവിടുത്തെ ഹിന്ദുക്കളെ ആചാരപരമായിട്ടുള്ള ഒരു കാര്യവും നടത്താൻ സാധിക്കാത്ത ആളുകളാണെന്നും വരുത്തി തീർക്കണം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കളികളും ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ നടത്തുന്നുണ്ടെന്നതാണ്. ഈ സംഘപരിവാര ഹാൻഡിലുകൾ നടത്തുന്നുണ്ട്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, അതിലൊന്നും വിശ്വസിക്കാതിരിക്കുക. ഇതേപോലെ തന്നെ വേറൊരു സ്ത്രീ കൂടി ഉണ്ട്. ആ സ്ത്രീ കൂടി പറയുന്ന വർത്തമാനം ഒന്ന് കേട്ടുനോക്കൂ. എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക. പറയാനുള്ളത് കുംഭമേളയെ പറ്റിയാണ്. എല്ലാവരും അറിയാലോ, 2026 ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെ കുംഭമേള നമ്മുടെ തിരുനാവായയിൽ വെച്ച് നടത്തുന്നുണ്ട്. അപ്പം അതിന് കുറച്ച് ആൾക്കാർ തടസ്സം നിൽക്കുന്നതായിട്ട് കണ്ടു. അത് ആരാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം. അതിന് ചില ആളുകളൊക്കെ തടസ്സം നിൽക്കുന്നു എന്ന് പറയുന്നത് അത് ആരാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം. ഇങ്ങനെ ഇവര് വ്യക്തമായിട്ട് ഇങ്ങനൊരു സ്ത്രീ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ മനസ്സിലാക്കിക്കൊള്ളണം, 2 പേരാണ് തടസ്സം നിൽക്കുന്നത്. 1 മുസ്ലിങ്ങളാണ്, 2 നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇവരിങ്ങനെയാണ് ഇത് പ്രചരിപ്പിക്കാൻ നോക്കണേ. സത്യത്തിൽ എന്താണ് ഉണ്ടായത്? നമ്മുടെ തിരുനാവായയില് അവിടെയുള്ള ഭരണ അനുമതിയില്ലാതെ നമ്മുടെ അവിടുത്തെ കളക്ടറുടെയോ മലപ്പുറം കളക്ടറുടെയോ അല്ലെങ്കിൽ തിരുനാവായ ഇപ്പോൾ ഭരിക്കുന്ന ആ ഒരു ഭരണസമിതിയുടെയോ പഞ്ചായത്തിന്റെ മറ്റോ അനുമതിയില്ലാതെ ആ ഒരു ജലസ്രോതസ്സിനു നടുവിലൂടെ ഒരു പാലം കെട്ടാൻ ആരംഭിച്ചു. ആ പാലത്തിൽ ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു മഹാമഹം നടക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അവിടേക്ക് വരാൻ സാധ്യതയുണ്ട്. ആ കെട്ടുന്ന പാലത്തിന് എത്രത്തോളം ഉറപ്പുണ്ട്? കെട്ടാൻ വേണ്ടി അനുമതി വാങ്ങിച്ചിട്ടുണ്ടോ? ഇതൊന്നും ചെയ്തിട്ടുണ്ടാകുന്നില്ല. ഒരു അനുമതിയില്ലാതെ സംഗതി അവർ കെട്ടാൻ തീരുമാനിച്ചു. അതിനെയാണ് അവിടെ തടസ്സം നിന്നത്. അനുമതി വാങ്ങിച്ച് കെട്ടിക്കോളൂ. അതിന് ബലവും മറ്റൊക്കെ പരിശോധിക്കേണ്ടത് ഉദ്യോഗസ്ഥർക്ക് വേണ്ടേ? അത് അവിടെ വരുന്ന ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. അത് നിയമപ്രശ്നമാണ്. അതല്ലാതെ അവിടുത്തെ മുസ്ലിങ്ങൾ അതവിടെ കെട്ടണ്ടെന്ന് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നതിന് ഞാനൊരു രസകരമായൊരു തെളിവ് കൂടി നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചുതരാം. ഭയങ്കര രസകരമായിട്ടാണ് അവിടുത്തെ ഒരു നാട്ടുകാരൻ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. കേട്ടോ. എന്തായാലും കുംഭമേള വന്ന് നല്ല റായത്തോട് കൂടിയിട്ട് പരിപാടി ഉഷാറായിട്ട് പോട്ടെ. എല്ലാരും വന്ന് സ്വാമിമാര് വന്ന് അവരെ കർമ്മങ്ങൾ ചെയ്ത് നല്ല മനസ്സോട് കൂടി നമ്മളെ
ഈ മലപ്പുറം ജില്ലയിൽ തന്നെ അവര് പോകണം. ഈമാനോട് കൂടി വല്ല ചടങ്ങുകൾ കഴിച്ച് പോകുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. മലപ്പുറം ജില്ലയിൽ ജനങ്ങൾ വില കൽപ്പിക്കുന്നത് മനുഷ്യ ജീവനാണ് വില കൽപ്പിക്കുന്നത്, അല്ലാതെ ജാതിക്കോ മതത്തിനോട് പ്രസക്തി ഇല്ല. സാമൂഹ്യ അന്തരീക്ഷ സൗഹാർദ്ദമൊക്കെ നിലനിർത്താൻ അത് ഉദ്യോഗുന്നുണ്ടെങ്കിൽ അത് നല്ലതെന്നാണ്. മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു കൊടുക്കുന്ന ജനങ്ങളാണ്. മതസൗഹാർദ്ദം കൂടുതലായിട്ട് ഊട്ടിയുറപ്പിക്കുന്ന ആഗ്രഹങ്ങളുള്ള ആളുകളെ ഞങ്ങളൊക്കെ. KT ജലീലിന്റെ പദ്ധതിയിൽ നല്ല രീതിയിൽ എന്റെ പൊന്നു സുഹൃത്തുക്കളെ കേട്ടില്ലേ, നല്ല ഈമാനോട് കൂടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയിട്ട് ഇവിടെ ഒന്ന് പോട്ടെ, അതിനെന്തെങ്കിലും സഹായം ഞങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളത് ചെയ്തോളാം എന്നാണ് മലപ്പുറത്ത് ആളുകൾ പറയുന്നത്. അല്ലാതെ ഈ സംഘികൾ പ്രചരിപ്പിക്കുന്ന പോലെ ഈ നാടിനേക്ക് വരുന്ന ഈ മഹാമഹത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഹിന്ദു സന്യാസിമാരെയും അവർ തുണി എടുത്തു തുണി എടുക്കാതൊക്കെ വരും എന്നൊക്കെ അവർ പറയുന്നുണ്ട്. തുണി എടുത്തു വന്നോട്ടെ, തുണി എടുക്കാതെ വന്നോട്ടെ, അത്തരം ആളുകൾക്കൊക്കെ ഇനി കുടിക്കാൻ വെള്ളമില്ലേ, തൊട്ടപ്പുറത്തൊക്കെ മുസ്ലിം വീടുകളൊക്കെ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ധൈര്യപൂർവ്വം കയറി ചെല്ലാം, ഒരു സംശയം വേണ്ടെന്നേ. ഒരു പക്ഷെ നിങ്ങൾ അങ്ങോട്ട് കയറി ചെന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ മുഖത്ത് ക്ഷീണം കണ്ട അവിടെയുള്ള ഉമ്മമാരും അവിടെയുള്ള വല്യപ്പന്മാരൊക്കെ നിങ്ങളോട് ചോദിക്കും വെള്ളം വേണോ മോനെ ചോദിക്കും. വേറെ വർത്താനൊന്നും ഉണ്ടാവില്ല. ഇജ്ജ് വല്ലും ബേച്ചിക്കണ എന്നുള്ള വർത്താനം പോലും ചിലപ്പോൾ കേൾക്കേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ വല്ലും കഴിച്ചിരിക്കണോ, ഭക്ഷണം കഴിച്ചിരിക്കണോ, ഇല്ലെങ്കിൽ വരും ഞങ്ങൾ തരാം. ഒരു പക്ഷെ നിങ്ങൾ വരുന്നവരെല്ലാം ഹിന്ദുക്കളാണെന്ന് അറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ അതിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന മുസ്ലിം കുടുംബങ്ങളൊക്കെ, മുസ്ലിം വീട്ടുകാരൊക്കെ ചിലപ്പോൾ അന്ന് പച്ചക്കറി മാത്രം വെക്കും. കാരണം ആ പാവങ്ങൾ ബുദ്ധിമുട്ടിക്കേണ്ട, അവർക്ക് വല്ല ഭക്ഷണം വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുത്തു കൊടുക്കുമല്ലോ, നമ്മൾ ശുദ്ധിയായിട്ടാണ് ഉണ്ടാക്കിയത് എന്ന തോന്നലിൽ നിൽക്കുന്ന ആൾക്കാരുള്ള സ്ഥലമാണ് എൻ്റെ പൊന്നു സംഘികളെ മലപ്പുറം എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന പോലെയൊന്നും സംഗതി ഇല്ല എന്ന് ഒരുപക്ഷെ മലപ്പുറത്ത് അറിയാത്ത ആളുകൾ. എൻ്റെ ഒരു വലിയ സന്തോഷം, ഒരുപക്ഷെ ഇനി മലപ്പുറത്തെ ഇവിടുത്തെ ആളുകളൊക്കെ തിരിച്ചറിയും. ഇവർ പ്രചരിപ്പിക്കുന്ന പോലെ ഒരു ഭീകരാന്തരീക്ഷമൊന്നും മലപ്പുറത്തില്ല എന്ന് അറ്റ്ലീസ്റ്റ് മലപ്പുറത്തിന് നേരം പോലെ അറിയാത്ത മറ്റു ജില്ലകളിലെ സോക്കോൾഡ് സംഘികൾക്കൊക്കെ മലപ്പുറം എന്താണെന്നൊക്കെ മനസ്സിലാകും. ഇത് നിങ്ങളൊരു ധൈര്യം കൊണ്ട് ഇവിടുത്തെ ആളുകൾ ഭയപ്പെട്ട് നിൽക്കാന്ന് വിചാരിക്കണോ. മലപ്പുറത്തെ ആളുകൾ എങ്ങനെയാണ്, ആരെങ്കിലൊക്കെ ഇവിടേക്ക് വരുന്നുണ്ടെങ്കിൽ അവരെ സ്നേഹത്തോടെ സ്വീകരിക്കും. നിങ്ങൾക്ക് ഭക്ഷണം വേണമെങ്കിൽ അവരത് ഉണ്ടാക്കി തരും. ഇനി അവർക്കത് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അത് ഉണ്ടാക്കാൻ കഴിയുന്ന ആൾക്കാരെ അവർ തന്നെ പൈസ കൊടുത്ത് വരുത്തിച്ചിട്ട് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരും. നിങ്ങൾക്ക് കിടക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ വീടടക്കം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു തരും. ഇങ്ങനെയുള്ള ജനങ്ങളാണത്. ഒരുപക്ഷെ ഇങ്ങനത്തെ ഒരു മഹാമഹത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് കിടക്കാൻ വീടില്ലെന്ന് വിചാരിക്കുക, തൊട്ടടുത്ത് ഒരുപക്ഷെ തൊപ്പി വെച്ച വല്ല കാക്കാമാർ നിൽക്കുന്നുണ്ടായിരിക്കും. ഒന്ന് ചുമ്മാ പോയി പറഞ്ഞോളൂന്നേ, ഇന്ന് രാത്രി കിടക്കാൻ സ്ഥലമില്ല, എന്നിട്ട് പെരയ്ക്ക് പോരെന്ന് പറയും. ഞങ്ങളെ കുടുംബത്തിക്ക് പോരാ, മേലെ 2 റൂമൊക്കെ ഒഴിവുണ്ട്, അവിടെ പോയി കിടന്നുറങ്ങിക്കോ, സുഖമായിട്ട് കിടന്നുറക്കാം, രാവിലെ എന്താ തിന്നാൻ വേണ്ടി അത് ഞങ്ങൾ ഉണ്ടാക്കി വെക്കാന്ന് പറയും. ഇമാതിരി ജനങ്ങളാ മലപ്പുറത്ത്. അതല്ലാതെ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന പോലെ പരിപാടിയൊന്നുമില്ല. എന്തായാലും പ്രചരണത്തിന്റെ ശക്തമായിട്ടുള്ള ചില ഒഴുക്കുകൾ ഈ ആയമ്മയുടെ വർത്തമാനത്തിൽ കൂടിയുണ്ട്, കേൾക്കണം. എന്തൊരു ഭീകരമായിട്ടാണ് നമ്മുടെ മലപ്പുറം ജില്ലയെ ഇവരൊക്കെ ചിത്രീകരിക്കുന്നത്. നടക്കാത്ത കാര്യങ്ങൾ പോലും നടന്നു എന്ന മട്ടിലുള്ള പ്രചാരങ്ങളാണ് നടത്തുന്നത്. അത് ശരിയല്ല എന്നുള്ളതാണ്. 2-3 ചോദ്യങ്ങള് പിണറായി വിജയേട്ടനോട് ചോദിക്കാനുണ്ട്. ഈ കുംഭമേള മലപ്പുറത്തായതുകൊണ്ടാണോ നിങ്ങളുടെയൊക്കെ വിഷയം? ആണെങ്കിൽ ഒന്ന് പറയണം. അതുകൊണ്ടാണോ നോട്ടീസ് വന്നത്? ഈ മുസ്ലിം ലീഗിന്റെ മതേതരത്വമൊക്കെ പോയോ? ഇത് പിണറായി വിജയൻ എന്ന അവരോട് തന്നെയാണ് ചോദിക്കുന്നത്. CPM-ന്റെ മതേതരത്വവും പോയോ? ഹിന്ദുവിന്റെ ആചാരം സംരക്ഷിക്കാൻ ഹിന്ദുക്കൾക്ക് അവകാശമില്ലേ? എന്താണ് ചോദ്യല്ലേ? ഹിന്ദുവിന്റെ ആചാരം സംരക്ഷിക്കാൻ ഹിന്ദുക്കൾക്ക് അവകാശമില്ലേ? 100% ഉണ്ട്. നിങ്ങൾ ആചാരമൊക്കെ സംരക്ഷിക്കാൻ വേണമെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങളൊപ്പം കൂട്ടു നിൽക്കുന്നേ. നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്തിരുന്നിട്ട് വെറുതെ ഒച്ചമുള്ളിയും കൂട്ടാതെ നിങ്ങൾ മലപ്പുറത്തേക്കൊന്ന് വരൂ. ഈ നാടിന്റെ സ്നേഹം ഒന്ന് നിങ്ങൾ തിരിച്ചറിയൂ. ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം നിങ്ങളിപ്പോൾ ഈ പ്രചരിപ്പിക്കുന്ന പച്ച നുണയാണ്. കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ അവിടെ അനുമതിയില്ലാതെ അവിടെ കയ്യേറ്റം നടത്തി പാലം നിർമ്മിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇത് തടയാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഭരണസമിതി ശ്രമിച്ചത്. തടഞ്ഞത് അപ്പോഴുള്ള ആ ഒരു പ്രവർത്തനമാണ്. അല്ലാതെ അവിടെ ഒരിക്കലും പാലം കെട്ടാൻ പാടില്ല എന്നതല്ല. അവിടെ മുന്നേയും പാലം കെട്ടാറുണ്ടെന്നേ. പല പ്രോഗ്രാമിന്റെയും ഭാഗമായിട്ട് പുഴയ്ക്ക് കുറുകെ പാലം കെട്ടാറുണ്ട്. അതൊന്നും പ്രശ്നമുള്ള ഒരു കാര്യമേ അല്ല. പക്ഷെ അനുമതി വാങ്ങിക്കണം. അതങ്ങനെയാണ്, അതാണ് നിയമവ്യവസ്ഥ. അതല്ലാതെ സംഘപരിവാറിന്റെ UP രീതിയിലൊക്കെ ഒരു അനുമതി വേണ്ട, ഒരു തേങ്ങയും വേണ്ട, ഒരു മാങ്ങയും വേണ്ട എന്ന രീതിയിലൊന്നും ഇവിടെ കാര്യങ്ങൾ നടത്തില്ല.
ഇവിടെ ജനങ്ങളെ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതും നിങ്ങൾ കിട്ടുന്ന പാലത്തിന് ആളുകളെ താങ്ങാനുള്ള ശക്തി ഉണ്ടോന്നടക്കം ഇവിടുത്തെ ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിക്കും. പക്ഷേ ആ പരിശോധനയെ പിണറായി വിജയൻ ആളെ വിട്ട് തടയാൻ പോകുന്നു എന്ന രീതിയിലൊക്കെ നിങ്ങൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അതല്ല എന്ന് ഇങ്ങനെ പേർത്ത് പറയേണ്ടി വരും എന്നുള്ളതാണ്. ബാക്കി കേൾക്കാം. ഇല്ലേ പിണറായി വിജയേട്ടാ, ഈ സർക്കാർ ആർക്ക് വേണ്ടിയാണ് കുംഭമേള തടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? ഞാനായിട്ട് പറഞ്ഞു തരണോ? വേണ്ട. എഴുത്തച്ഛന്റെ പ്രതിമ എങ്ങനെയുണ്ട്? ഈ ഒരു സർക്കാർ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കുംഭമേള തടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരണോ എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ആർക്ക് വേണ്ടിയിട്ട്? എന്റെ പൊന്നു സംഗിണി, തടുത്തിട്ടില്ല. ഈ ഗവൺമെന്റ് ഇതിനെ തടുത്തിട്ടില്ല. അവിടെ അനധികൃതമായിട്ടുള്ള ആ ഒരു നിർമ്മാണ പ്രവൃത്തി നിർത്തിവെക്കാൻ പറഞ്ഞു എന്നുള്ളൂ. അനുമതി വാങ്ങിച്ചു തുടങ്ങിക്കോളൂ, നിയമപരമായി തുടങ്ങിക്കോളൂ, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ നിയമപരമായിട്ട് മാത്രം തുടങ്ങിക്കോളൂ എന്നുള്ളതാണ്. അതിന് നിങ്ങൾ പ്രചരിപ്പിച്ചത് മലപ്പുറത്ത് നടക്കുന്നതുകൊണ്ടാണ്. മലപ്പുറത്ത് മുഴുവൻ മാപ്പിളാരാണ്, അവർ വലിയ പ്രശ്നക്കാരാണ് എന്ന രീതിയിലുള്ള പ്രചാരമുണ്ടല്ലോ. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇത് അവസാനിപ്പിക്കണം. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ ഇവിടേക്ക് വരൂ, മലപ്പുറത്തിന്റെ സ്നേഹം തിരിച്ചറിയൂ, മാപ്പിളാരുടെ സ്നേഹം, പച്ചമലത്തിൽ അങ്ങനെ കൂടി പറയാം, അവരുടെ സ്നേഹം തിരിച്ചറിയൂ എന്നുള്ളതാണ്. നിർമ്മിക്കാൻ പറ്റാത്ത, അതായത് സാധിക്കാത്ത ഈ ഒരു മലപ്പുറത്ത് ആ ജില്ലയിലെ തിരുനാവായല് എന്തുകൊണ്ട് കുംഭമേള അനുവാദം നിഷേധിക്കുന്നു? അതാണ് അറിയേണ്ടത്. അത് സർക്കാരാണ് മറുപടി പറയേണ്ടത്. കോൺഗ്രസിന്റെ നിലപാടും വ്യക്തമാക്കണം. അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് പറയുന്നത്. ഇവരിപ്പോ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് കുംഭമേള എന്നാണ്. ഒരാൾ കൂടി അങ്ങനെ കുംഭമേള എന്നുള്ള ഒരു വർത്തമാനം പറഞ്ഞായിരുന്നു. ആ ഒരു സംഗതിയാണ് ഞങ്ങൾ തപ്പി നോക്കിയിരുന്നത്. 4 സ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കുന്നത്. വലിയ തോതിൽ ജനങ്ങൾ കൂടുന്നതിനെ കുംഭമേള എന്നുള്ള രീതിയിൽ പറയാം. അവിടെ ഒരു പ്രശ്നമുണ്ട്. ശരിയാണ്, ഇദ്ദേഹം ആദ്യം പറഞ്ഞത് ശരിയാണ്. 4 സ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കുന്നത്. അത് ഉത്തർപ്രദേശിലാണ്. 4 സ്ഥലങ്ങളിലാണ് നടക്കുന്നത്. എന്തുകൊണ്ടാണ് 4 സ്ഥലങ്ങൾ നടക്കുന്നത്? ഇദ്ദേഹം അതിൻ്റെ ഒപ്പം തന്നെ പറയുന്നുണ്ട്, ആളുകൾ കൂടുന്നിടത്തെല്ലാം നമുക്ക് കുംഭമേള എന്ന് പറയാം. അത് ശരിയല്ല. അതിലൊരു എന്താ പറയുക, ആചാരപരമായിട്ടുള്ള അല്ലെങ്കിൽ ഐതിഹ്യപരമായിട്ടുള്ളൊരു തെറ്റുണ്ട്. ഞാൻ ഇത് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഇത് വീണ്ടും ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് എൻ്റെ ഗതികേട് കേട്ടോ. കാരണം ഇവരോട് എത്ര പറഞ്ഞാലും ഇവർക്കത് മനസ്സിലാവുന്നില്ല. ആളുകൾ കൂടിയത് കൊണ്ടല്ല കുംഭമേള ആവുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ പരിപാടിയും കുംഭമേള ആവണ്ടേ? എല്ലാ പൂരങ്ങളും കുംഭമേള ആവണ്ടേ? അല്ല, കുംഭമേള എന്ന് പറഞ്ഞാൽ കുംഭം എന്ന് പറയുന്ന വാക്കിന് തന്നെ കുടം എന്നൊരു അർത്ഥമുണ്ട്. അത് കുറേ കാലങ്ങൾക്ക് മുമ്പുള്ള ചെറിയ ഒരു ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ദുർവാസാവ് മഹർഷി മാല ദേവേന്ദ്രൻ ഉണ്ടാക്കി കൊടുത്തതും അത് പിന്നീട് ദേവേന്ദ്രന്റെ ആനയായിട്ടുള്ള ഐരാവതം നശിപ്പിച്ചതും അതിന്റെ ഭാഗമായിട്ട് ജരാനരകൾ പെട്ടുപോകട്ടെ എന്ന് ദുർവാസാവ് ശപിച്ചതും ആ ശാപത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് പാലാഴി മഥനം നടത്തിയതും പാലാഴി മഥനം നടത്തിയതിന്റെ ഭാഗമായിട്ട് അമൃതകുംഭം പൊന്തി വന്നതും അമൃതകുംഭം അസുരന്മാർ കട്ടെടുത്ത് കൊണ്ടുപോയതും ആ അമൃതകുംഭം തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണു ഭഗവാൻ മോഹിനി രൂപത്തിൽ പോയിട്ട് അത് തിരിച്ചു വാങ്ങിച്ച് വന്നതും തിരിച്ചു വാങ്ങിച്ച് വരുന്ന സമയത്ത് അസുരന്മാരും ദേവന്മാരും തമ്മിൽ യുദ്ധം 12 ദിവസം യുദ്ധം ഉണ്ടായതും ആ യുദ്ധം ഉണ്ടാവുന്ന സമയത്ത് എവിടെയെങ്കിലും ഈ ഒരു അമൃതകുംഭം വെക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഗരുഡൻ അമൃതകുംഭം കൊണ്ട് പറന്ന് നടക്കുന്നിടയ്ക്ക് ഈ 12 ദിവസത്തിനൊരിക്കലൊക്കെ അദ്ദേഹത്തിന് ക്ഷീണം വന്നപ്പോൾ, ഗരുഡൻ എന്ന് പറയുന്ന പക്ഷിക്ക് ക്ഷീണം വന്നപ്പോൾ അമൃതകുംഭവുമായിട്ട് 4 നദിക്കരയിൽ പോയി ഇരുന്നതും ആ ഇരുന്നപ്പോൾ അതിൽ നിന്ന് ഒരല്പമൊക്കെ അമൃത് ആ നദിയിലേക്ക് വീണതുകൊണ്ട് ആ നദിയെല്ലാം പരിശുദ്ധ നദി എന്ന് അറിയപ്പെട്ടതും ഇങ്ങനെ ഒരു കഥ പോകുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു ഐതിഹ്യം പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ 4 നദികളിൽ ഇങ്ങനെ ഒരു മഹാസ്നാനമൊക്കെ നടക്കുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, കുംഭമേള എന്നൊക്കെ പറയുന്നത്. കുംഭത്തിൽ നിന്ന് ഒരു കുടത്തിൽ നിന്ന് അമൃത് അവിടെയൊക്കെ വീണു പോയിട്ടുണ്ടെന്നർത്ഥം. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ആ 4 സ്ഥലങ്ങളിൽ മാത്രമാണ് ഗരുഡൻ പോയി ഇരുന്നിട്ടുള്ളത്. ആ ഗരുഡൻ ഒരു കാരണവശാലും നമ്മുടെ കേരളത്തിലേക്ക് പറന്നു വന്നിട്ടില്ല. കേരളത്തിൽ ഭാരതപ്പുഴയുടെ കരയിൽ വന്നിരുന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുംഭമേള എന്നൊക്കെ ഇതിന് വിളിക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു രാഷ്ട്രീയമാനം എന്താണ്? ഇവിടെ ഉത്തരേന്ത്യ പോലുള്ള ഒരു സംഗതി ഇവിടെ കൊണ്ടുവരണം. ഉത്തരേന്ത്യ, നമ്മളെല്ലാ ആചാരങ്ങളും നമ്മൾ ഏറ്റെടുക്കുന്ന ആളുകളാണ്. ഉത്തരേന്ത്യ പോലെയുള്ള ഒരു സംഭവം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരണം. സോക്കോൾഡ് ചില മതങ്ങൾ മാത്രം പങ്കെടുക്കുന്ന പരിപാടികളായിട്ട് ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ വരണം. ഇനിയിപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ എൻ്റെയൊക്കെ കൺസേൺ എന്ന് പറയുന്നത് നേച്ചർ മാത്രമാണ് എൻ്റെയൊക്കെ കൺസേൺ. അല്ലത് ഇത് നടക്കാൻ പാടില്ല അങ്ങനെ ഒന്നുമില്ല. നടക്കട്ടെ, ലെറ്റ് ഇറ്റ് ഹാപ്പൻ. അത് നടക്കുമ്പോഴുള്ള ഗുണം എന്തൊക്കെയാണ്? വ്യാപാരം വലുതാവും,
ബിസിനസ് വലുതാകും, കച്ചവടം നടക്കും. ഇനിയിപ്പോ ഇങ്ങനത്തെ സംഗതിയൊക്കെ നടക്കുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മുടെ മലപ്പുറത്തുകാര് ഒരു നല്ല ബിസിനസ് എന്ത് ടാർപോളൊക്കെ വലിച്ചു കെട്ടിയിട്ട് ഇനിയിപ്പോ ചായയും മറ്റൊക്കെ വിൽക്കാൻ ശ്രമിക്കും, കൂടുതൽ പരിപ്പോടയും ഉള്ളിയോടൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കും എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തൊന്നും നടക്കാൻ പോകുന്നില്ല. കൂടുതൽ ബിസിനസ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തും, ബിസിനസ് കൂടുതലായിട്ട് നടക്കും. ഇതിനൊപ്പം വേറൊരു പ്രശ്നം കൂടി നമ്മൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നദി കുടിവെള്ളമാണ്. അത് ചുമ്മാ കുളിക്കാനുള്ള ഒരു നദി മാത്രമായിട്ട് നിങ്ങൾ കരുതരുത്. അത് കുടിവെള്ളം ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഈ നദി ഒഴുകുന്നതിൻ്റെ ഇരുകരകളിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ, പുറത്തൂരും തിരൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ കുടിവെള്ളം മുട്ടിക്കരുത്. ഈ ആചാരത്തിന്റെ ഭാഗമായിട്ട് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ സങ്കല്പിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നതും ഒരുപക്ഷെ ഈ ആചാരത്തിന്റെ ഭാഗമായിട്ട് പൂജാദ്രവ്യങ്ങളും പലവിധ ഹവിസുകളൊക്കെ ഈ ഒരു പുഴയിലേക്ക് ഒഴുക്കിക്കഴിഞ്ഞാൽ പുഴ മലിനമാകും എന്നുള്ളതാണ്. അപ്പോൾ ആചാരത്തിന്റെ ഭാഗമായിട്ട് പുഴയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, പുഴയെ അമ്മയായിട്ടും മറ്റൊക്കെ നിങ്ങൾ കരുതുന്നുണ്ട് എങ്കിൽ, സോക്കോള ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പുഴയൊക്കെ പുണ്യ നദിയല്ലേ, പുണ്യമായിട്ട് കരുതുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒന്നും നിക്ഷേപിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പുണ്യമായ പ്രവൃത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അങ്ങനെ തന്നെ ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷവും നദിയെ ക്ലീൻ ആക്കാനുള്ള എന്തൊക്കെ ആളുകളൊക്കെ ഇറങ്ങിക്കൂടുമ്പോൾ നദി മലിനപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനൊരു സംഭവം കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. നമുക്ക് ഉത്തരേന്ത്യയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മതി. ഓരോ തരത്തിലുള്ള ഇത്തരം പ്രോഗ്രാം കഴിയും തോറും ആ നദികളെല്ലാം എത്രത്തോളം മലിനമാകുന്നു എന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ? അല്ലാതെ മലപ്പുറത്തുകാർക്ക് ഇതോടെ നടക്കേണ്ടതൊന്നുമില്ല. അതിലത്തെ ഒരാൾ പറഞ്ഞ പോലെ പടച്ചോന്റെ റാഹത്തോണ്ട് കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കത്തേ ഉള്ളൂ. ഒരുപക്ഷെ ഈ പ്രോഗ്രാം ഏറ്റവും നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ജുമാ പോലും ചിലപ്പോൾ ഉമ്മമാർ കൂടി എന്നൊക്കെ വരും. ബൈ.